വാർത്തകൾ. മുൻ DGP എ ഹേമചന്ദ്രൻ IPSന്റെ പുസ്തകം അധികാരത്തിന്റെ വഴി അനീതിയുടെയും സർവേ സ്റ്റോറി ജൂൺ 10 ബുധനാഴ്ച വൈകിട്ട് 4-ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുസ്തകം പ്രകാശനം ചെയ്തു. പേരൂർക്കട പോലീസ് മോഷണക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് പിന്നീട് നിരപരാധിത്വം തെളിയിക്കപ്പെട്ട നെടുമങ്ങാട് സ്വദേശി ബിന്ദു മന്ത്രിയിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി. എ ഹേമചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. അധികാരത്തിന്റെ വഴി അനീതിയുടെയും എന്ന പുസ്തകം ഇവിടെ ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയങ്കരായ എന്നീ പുസ്തകം പരിചയപ്പെടുത്തുന്ന എന്റെ പ്രിയ സുഹൃത്തും പ്രശസ്ത പത്രപ്രവർത്തകനുമായ ശ്രീ ജി രാധാകൃഷ്ണൻ ഈ പുസ്തകത്തിന്റെ തന്റെ അനുഭവമുള്ള തീച്ചുകളിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ അടർത്തിയെടുത്ത് സർവീസ് അനുഭവങ്ങൾ അത് അധികാരത്തിന്റെ വഴി അനീതിയുടെയും എന്ന പുസ്തകം രചിച്ച പ്രിയപ്പെട്ട CA ഹേമചന്ദ്രൻ IPS ഈ പുസ്തകം ഏറ്റുവാങ്ങിയ നീതി നിഷേധിക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരിയായ ശ്രീമതി ബിന്ദുവിന് നൽകിക്കൊണ്ടാണ് പ്രസിദ്ധീകരിക്കാൻ ഇവിടെ നിൽക്കുന്നത്. ശ്രീ ഹേമചന്ദ്രൻ IPS കേരള പോലീസിലെ ഏറ്റവും റോൾ മോഡലായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വിനയം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറച്ചു നിന്ന് പോലീസിന്റെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതം മുഴുവൻ അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അധികാരത്തിന്റെ വഴിയിൽ അദ്ദേഹം ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. ആ അധികാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അനീതി ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് കൊടുത്ത ഏത് കുറ്റപ്പെടുത്ത അത് ഫയർഫോഴ്സ് ആണെങ്കിൽ അതിലും ഭംഗിയായി എന്ന് നിറവേറ്റുവാൻ, നീതി നിർവഹണം നടത്തുവാൻ, അതുവഴി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് ആലോചിച്ചത്. നമ്മുടെ സർവീസ് പ്രവർത്തിക്കുമ്പോൾ വിവിധ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഇന്ന ഡ്യൂട്ടി മാത്രമേ ചെയ്യണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ ഏത് ഡ്യൂട്ടി ചെയ്താലും അതിനകത്ത് ഹേമചന്ദ്രന്റെ ഒരു സ്റ്റൈൽ, ഒരു ടച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം ഭാവിയിൽ IPS ആയതിനാൽ യുവ IPSകാർക്ക് ഒരു അനുഭവ പാഠമായി തീരും. ജനങ്ങൾക്കിത് വായിച്ച് തീർച്ചയായിട്ടും പോലീസിനെ പറ്റിയുള്ള മതിപ്പും അതോടൊപ്പം തന്നെ പോലീസിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും കേരള പോലീസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. മുൻ DGP എ ഹേമചന്ദ്രൻ IPSന്റെ മറുപടി പ്രസംഗത്തിൽ ഞെട്ടലിന്റെ ദിവസമാണ്. 3 ഞെട്ടലുകളുടെ ആഘാതത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു ഞെട്ടലിലാണ്. അത് സ്വകാര്യമായി വീട്ടിൽ സംഭവിച്ചതാണ്. ഡോർ ബെല്ലടിച്ചപ്പോ ഞാൻ അല്പം തിരക്കിലായിരുന്നു. ആരാണിയ അസമയത്ത് അതിനിടയിൽ വന്നത് എന്നൊരല്പം അക്ഷമയോടെ പോയി ഞാൻ ഡോർ തുറക്കുമ്പോ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ബോംബെയിൽ നിന്ന് എന്റെ മകൻ അവിടെ അവന്റെ ഭാര്യ കൂടെ തികച്ചും അത് അമ്മയും അവർക്കൊരു ഗൂഢാലോചനയായിരുന്നു ഒന്നാമത്തെ നേട്ടം. അതിന്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടി ഇവിടെ വന്നപ്പോ അതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വളരെയേറെ പ്രശംസിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അതിനുശേഷം MGR അങ്ങനെ 3 ഞെട്ടലുകളുടെ ആഘാതത്തിൽ നിന്ന് മോചനം നേടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എനിക്ക് ഏതാണ്ട് 1991 മുതൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയാം. അദ്ദേഹം പറഞ്ഞ ഒരു കണ്ടക്സ്റ്റിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ 91 ആലപ്പുഴ SP ആയി പോകുന്ന അവസരത്തിൽ അന്ന് അദ്ദേഹം കോട്ടയം MP ആണെങ്കിലും ഈ ആലപ്പുഴയുടെ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് ഹരിപ്പാട് എന്ന നിലയിൽ സജീവമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു.